അടുത്ത ബലദേവ, സർക്കാരിന് അറിയാം ആരാണ് സ്വർണം കടത്തുന്നതെന്ന്, സ്വർണം കടത്തി ലഭിക്കുന്ന പണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് സർക്കാരിനറിയാം. പിന്നെ എന്തുകൊണ്ട് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് ഗവർണറാണ്. ഗുരുതരമായിട്ടുള്ള വിഷയമല്ലേ? നോക്കൂ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. പി ശശിക്ക് അടക്കം സ്വർണ്ണക്കടത്ത് പങ്കുണ്ടെന്ന് പറഞ്ഞത് ഇത്രയും കാലം നിങ്ങളൊക്കെ തോളിലേറ്റി നടന്ന PV അൻവർ തന്നെയാണ്. എന്നിട്ടാണ് ഇപ്പോൾ ഇതൊന്നും അറിയാത്ത പോലെ പൊട്ടം കളി കളിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗവർണർ ഈ ചോദ്യം ചോദിക്കേണ്ടത് ഇന്ത്യയുടെ പ്രസിഡന്റിനോട്, പ്രധാനമന്ത്രിയുടെ. കാരണം എന്തിനാ ഞാൻ പറഞ്ഞുതരാം. ഞാൻ സംസാരിക്കാൻ സമ്മതിക്കത്തില്ലേ? ഞാൻ തുടങ്ങിയതല്ലേ ഉണ്ട്. ശ്രീ സക്കറിയ ജോർജ് ഇവിടെ പറഞ്ഞു 173 കിലോ സ്വർണ്ണം അങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല എന്നൊക്കെ. ഈ DRI, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, 2024 ഏപ്രിൽ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടായിരുന്നു. അത് പിന്നെ അനിൽ നമ്പ്യാർക്ക് ഒന്ന് സെർച്ച് ചെയ്താൽ അത് കിട്ടും. അവർ പറഞ്ഞിരിക്കുന്നത് 800 ടൺ സ്വർണമാണ് കഴിഞ്ഞ വർഷം 2023-24 ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്തു. ഗവൺമെന്റ് ഇറക്കുമതി ചെയ്തു. പക്ഷെ ഇന്ത്യയിൽ സർക്കുലേറ്റ് ചെയ്ത് 1000 ടൺ സ്വർണമാണ്. അതായത് 200 ടൺ സ്വർണം കള്ളക്കടത്തിൽ ഇറങ്ങുന്നുവെന്നാണ് DRI വന്നിരിക്കുന്ന ഒരു കണക്ക്. രണ്ടാമത്തെ കണക്ക് 2024 ഫസ്റ്റ് ക്വാർട്ടർ. ആ ഫസ്റ്റ് ക്വാർട്ടറിൽ 847.43 കിലോ ഗോൾഡ്, 543.61 കോടി രൂപ വിലപിടിപ്പുള്ള ഇന്ത്യ മൊത്തത്തിൽ 1282 കേസുകളിലായിട്ട് പിടിച്ചു. 23-24 ഫിസ്ക്കൽ ഇയറിൽ 3714 കിലോ ഗോൾഡ് പിടിച്ചു. അതിന്റെ വില 2081 കോടി രൂപ. അത് പിടിച്ചത് 5692 കേസിൽ. ഈ സ്വർണം മൊത്തം ഇറക്കുമതി ചെയ്യുന്നത് പ്രധാനമായിട്ട് കേരളം ഉണ്ടായിരുന്നു. മഹാരാഷ്ട്ര, കേരള, തമിഴ്നാട്, ഗുജറാത്ത്, ഇങ്ങനെ പല സംസ്ഥാനങ്ങൾ. പക്ഷെ ഇതിന് ഇറക്കുമതി ചെയ്യുന്ന 4 രാജ്യങ്ങൾ ഇതാണ് DRI പറഞ്ഞത്: ദുബൈ, നേപ്പാള്, ബംഗ്ലാദേശ്, മ്യാൻമാർ. പ്രധാനമായിട്ട് ഈ 4 രാജ്യങ്ങൾ. പലയിടത്തുനിന്നും വരുന്നുണ്ട്. പ്രധാനമായിട്ട് വരുന്ന ഈ 4 രാജ്യങ്ങളിലാണ് ഈ സ്വർണം മൊത്തം ഇറക്കുമതി ചെയ്ത്. അപ്പൊ ഇവിടെ പിടിച്ചത്, ഒരു വർഷം പിടിച്ചത് 2000 ചില്ലുവാനും കിലോ സ്വർണം. DRIയുടെ കണക്കനുസരിച്ച് 200 ടൺ സ്വർണം ഇവിടെ ഇന്ത്യയിലെ പല എയർപോർട്ടുകളായിട്ട് ഇറക്കുമതി. 1ാം സ്ഥാനം മഹാരാഷ്ട്രയാണ്, 2ാം സ്ഥാനം തമിഴ്നാട്, കേരളം. അപ്പൊ ഇത് ഗവർണർ പറയേണ്ടത്, ഈ സ്വർണം 200 ടൺ സ്വർണം ഇന്ത്യയിൽ മൊത്തത്തിൽ ഇറക്കുമതി ചെയ്യുന്നതാണെങ്കിൽ പിടിക്കേണ്ട ഒന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല. ഇത് വിദേശത്തെ എയർപോർട്ടുകളിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന പ്ലെയിനുകളിൽ കയറ്റി ഇവിടെ വന്ന് ഇന്ത്യയിലെ എയർപോർട്ടുകളിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് പിടിക്കേണ്ടത് ഇന്ത്യൻ എയർപോർട്ട് അതോറിറ്റി. അതല്ല ഇവിടുത്തെ പ്രശ്നം. സ്വർണ്ണക്കടത്ത് സംഘത്തലവനാണ് അൻവർ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞോ ഇല്ലയോ? യെസ് ഓർ നോ? തീർച്ചയായിട്ടും പറഞ്ഞില്ല. 2 ദിവസം മുമ്പാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞത് ഇയാൾ സ്വർണ്ണക്കടത്തുകാരനാണെന്ന്? ആണോ? ഞാൻ പറയട്ടെ, സ്വർണ്ണക്കടത്തുകാരുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരിക്കാം എന്നാണ് പറഞ്ഞത്. അൻവർ സ്വർണ്ണക്കടത്തുകാരനാണെന്ന് മുഖ്യമന്ത്രി എങ്ങും പറഞ്ഞിട്ടില്ല. സ്വർണ്ണക്കടത്തുകാരുമായിട്ട് ബന്ധമുണ്ടായിരിക്കാം. അതിനുള്ള തെളിവുകൾ ആരെയാണ് കൊണ്ടുവന്നിരുത്തി ചർച്ചയെ പങ്കെടുപ്പിച്ചത്? ആര് വിശ്വസിക്കാവുന്ന രണ്ടുപേരെയാണ്. ദുബൈയിൽ നിന്നും ഏനസിനകത്ത് പോളിത്തീൻ ബാഗിനകത്ത് സ്വർണം തിരികെ കയറ്റി കേരളത്തിൽ കൊണ്ടുവരുന്ന വിശ്വാസ്യരായ 2 സ്വർണ്ണക്കടത്തുകാർ അവരുടെ വീട്ടിൽ ചെന്നിരുന്നാണ് പറയുന്നത്, ഞങ്ങൾ 900 ഗ്രാം കൊണ്ടുവന്നു. ഇവർക്കൊക്കെ അറിയാം 900 ഗ്രാം എന്ന്. ഇത് പോളിത്തീൻ ബാഗിനകത്ത് ബിസ്ക്കറ്റ്. അല്ല, ഈ അൻവർ പറഞ്ഞതിൽ അല്ലെങ്കിൽ അൻവർ ഹാജരാക്കിയ ഈ പ്രതികളിൽ വിശ്വാസക്കുറവുണ്ടെങ്കിൽ, അല്ലെ നിങ്ങളത് ഉത്തമ ബോധ്യത്തോടെ എടുക്കുന്നില്ലെങ്കിൽ അന്വേഷണം നടത്താട്ടൊക്കെ ബലദേവ്. അതല്ലേ അയാൾ പറയുന്നത്? സിറ്റിംഗ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കട്ടെ എന്ന്. എന്താ വെല്ലുവിളി സ്വീകരിക്കാത്തത് മുഖ്യമന്ത്രി? ഈ അൻവറോ അല്ലെങ്കിൽ അനിൽ നമ്പ്യാരോ വേറെ ആളോ മാറി എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ നിൽക്കാതെ ഗവൺമെന്റ്. അത് ഗവൺമെന്റ് അത് ചെയ്യത്തില്ല. അല്ല, സിറ്റിംഗ് ജഡ്ജി വേണ്ട, ഒരു മറുപടി അൻവറിന്റെ വെല്ലുവിളി എന്താ സ്വീകരിക്കാത്തത് മുഖ്യമന്ത്രി? അൻവറിന്റെ വെല്ലുവിളി, അൻവർ എന്തോ അയ്യോ അതൊരു ചായക്കോപ്പയിലെ കൊടുക്കാറ്റല്ലേ. അൻവർ പറഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് ഒരു ട്യൂബിന്റെ വെളിച്ചത്തിലെ പോലെ തീരും. ഇവിടെ CPM എന്ന് പുറത്തുപോയ കേരളത്തിലെ ഗർജിക്കുന്ന സിംഹം ഉണ്ടായിരുന്നല്ലോ MP രാഘവൻ. ഇപ്പൊ CMP എന്ന് പറയുന്ന പാർട്ടിയിൽ അങ്ങാരുടെ മോൻ ഇപ്പൊ CPM ഇല്ല. ആകെ കേരളത്തിൽ ഒരു CP MP രാഘവൻ പോയപ്പോ ഇവിടെ നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു പാർട്ടിയിലെ? ഇപ്പൊ ആരുള്ളത്? ചക്രവാണിയൊക്കെ ഇപ്പൊ MLA മാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഗൗരിയമ്മ പോയപ്പോ 1 ലക്ഷം ആൾക്കാരാ പോയത്. ഇപ്പൊ JS ഒരു പാർട്ടി പോയി. അന്നൊക്കെ കരുത്തരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പൊ കുറെ കൂറകളല്ലേ പാർട്ടി ഭരിക്കുന്നത്. പിന്നല്ലേ നമ്പ്യാരെ അൻവർ. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഓരോ കാലങ്ങളിൽ ഓരോരുത്തർ പാർട്ടി വിട്ടുപോകുമ്പോൾ അത് ഏത് പാർട്ടിയിൽ നിന്ന് പോയാലും അവരുടെ കൂടെ കുറെ ആൾക്കാർ മറ്റു പാർട്ടിയിലുള്ള മോഹഭംഗം വന്നവരൊക്കെ അവരുടെ കൂടെ ചേർന്ന് കുറെ സ്ഥാനമാനങ്ങൾക്ക് നിൽക്കുക. അത് 1-2 ഇലക്ഷൻ കഴിയുമ്പോൾ അതുകൂടെ തീരും. 4 MLA ഉണ്ടായിരുന്നു JS 2001. ഇപ്പൊ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ല. അപ്പൊ അതുകൊണ്ട് അതിനും നമ്മൾ താരതമ്യം ചെയ്യുന്നു വേണ്ട. അപ്പൊ ഇവിടെ മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ വളരെ വ്യക്തമായിട്ട്
ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ നേരെ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞത് കൺവിൻസിംഗ് അല്ല. RSPക്ക് എത്ര MLA ഉണ്ടെന്ന് ചോദിക്കേ. ഷാജഹാനെ ഈ ആവശ്യം അനിലിനോടാ ചോദിക്കുന്നത്, നിങ്ങളോടല്ല. നമ്പ്യാരെ ആവശ്യമില്ലാത്ത അയാൾക്ക് മര്യാദക്ക് ഇരിക്കാൻ പറയും. അപ്പൊ അയാളോട് അരമണിക്കൂർ നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ നിങ്ങളൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സംസാരിക്കുമ്പോൾ നമ്പ്യാരെ ഞാൻ ഇയാളിരുന്ന് ഒരു നിമിഷം ഷാജഹാൻ പ്ലീസ്. തന്റെ അവസരം വരുമ്പോൾ ചോദിക്കുക. അല്ല അയാൾ 20 മിനിറ്റ് സംസാരിക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നല്ലോ. പിടിച്ചോ അല്ല ഞാൻ ഇവരെക്കാട് ബേല കാണിക്കരുത്. ഒന്നുകിൽ നിങ്ങൾ ഏത് പാർട്ടിയിലാ ഉള്ളത്? നിങ്ങളുടെ പാർട്ടി ഏതാ? നിങ്ങൾക്ക് വല്ല പാർട്ടിയുണ്ടോ? നിങ്ങളുടെ പാർട്ടി ഏതാന്ന് ആദ്യം പറ. നിങ്ങൾക്ക് പാർട്ടിയുണ്ടോ? നിങ്ങളുടെ പാർട്ടിയിൽ എത്ര MLA മാരുണ്ട്? നിങ്ങൾ വലിയ മറ്റു പാർട്ടികളെ കുറിച്ച് വലിയ വർത്താനം പറയുന്നു. നിങ്ങൾ ഏത് പാർട്ടിക്കാരനാ? നിങ്ങൾ ഏത് പാർട്ടിക്കാരനാ? നിങ്ങളുടെ പാർട്ടി ഇപ്പൊ ഏത് മുന്നണിയിലാ? നിങ്ങളുടെ പാർട്ടിക്കാരൻ. എനിക്ക് പാർട്ടി ഇല്ലുവാ. എനിക്ക് ഒരു പാർട്ടിയില്ല. എനിക്കൊരു പാർട്ടിയില്ല. നിങ്ങൾ LDF എന്നാ പറഞ്ഞത്. LDF-ലാണോ നിങ്ങൾ? നിങ്ങൾക്ക് എത്ര MLA മാരുണ്ട്? നിങ്ങൾ മറ്റു പാർട്ടിയിലെ MLA മാരെ കുറിച്ച് പറയുമ്പോ നിങ്ങൾക്ക് എത്ര MLA മാരുണ്ട്? നിങ്ങൾക്ക് ഒരു ചുക്കില്ല. നിങ്ങൾ വെറും മൂട്ട. കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള അവസരം തരണേ. ഇനി മേലെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള അവസരം തരണേ. ചർച്ചയ്ക്ക് വിളിച്ചേക്കരുത്. ഇന്ന് എന്നെ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു. അല്ല അങ്ങനെ ഒരു വിവരക്കേട് കൊണ്ടില്ല. നിങ്ങൾ അയാളെന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ നേതാക്കന്മാരെ പോയി വിളിച്ചാൽ പേര് വിളിച്ച് സംസാരിക്കാതെ. നിങ്ങളൊക്കെ വലിയ രാഷ്ട്രീയക്കാരനല്ലേ? നിങ്ങൾ ആദ്യം പേര് വിളിച്ച് സംസാരിക്കാൻ പഠിക്കും. ഇയാളെന്നൊക്കെ പറയാതെ ഇയാളെന്നൊക്കെ പറയാതെ പേര് വിളിച്ച് സംസാരിക്കാൻ പറയാം. നിങ്ങളൊക്കെ വലിയ രാഷ്ട്രീയ നേതാവെന്നല്ലേ പറയുന്നത്? നമ്പ്യാരെ ഇടതുപക്ഷത്തിലുള്ള ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ RSP ലിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് രജിസ്ട്രേഷൻ ഉള്ള പാർട്ടിയാ. ആ പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി എത്ര MLA മാരുണ്ട്? ഒരു MLA ഉണ്ട്. ഒരു MLA ഉള്ളൂ. ആ MLA ഉള്ള നിങ്ങളാണ് മറ്റു പാർട്ടിയുടെ MLA മാരെ അധിക്ഷേപിക്കുന്നത്. നിങ്ങൾക്ക് ഒരു യോഗ്യതയില്ല. ഇയാൾക്ക് എന്താ യോഗ്യതയാണ്? ഇയാൾ CPM-ന്റെ എച്ചിൽ നിന്ന് ചേക്കേസിന്റെ നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങളാണ് നിങ്ങൾ മാന്യമായി സംസാരിക്കാൻ പഠിക്കുക. മാന്യമായി സംസാരിക്കാൻ പഠിക്കാതെ നിങ്ങൾ വലിയ നേതാവ്, നിങ്ങൾ സ്റ്റേറ്റ് സെക്രട്ടറി. എന്ത് സ്റ്റേറ്റ് സെക്രട്ടറി? നിങ്ങളുടെ വലിയ സ്റ്റേറ്റ് സെക്രട്ടറി. എച്ചിൽ നിന്നൊക്കെ പറയുന്നതാണ് നിങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരം. നിങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരമാണ് എച്ചിൽ നിന്നുന്നത്. നിങ്ങൾ മാനമര്യാദ സംസാരിക്കാൻ പഠിക്കാതെ. കാരണവന്മാരൊക്കെ കുറച്ച് മിതത്വം പാലിക്കണം. കാരണവന്മാർ തമ്മിലടിക്കുന്ന മോശമാണ്. മാന്യമായി സംസാരിക്കും. അനാവശ്യമാണ്. അദ്ദേഹം പറയട്ടെ. സംസാരിക്കാൻ അവസരം കിട്ടിയില്ല. ഒരു കാര്യം ചെയ്യണം. ഇവിടെ ഇവർ ഇത്രയും സംസാരിച്ചു. ഞാനൊരു അക്ഷരം മിണ്ടാതിരിക്കുക. എന്ത് പറഞ്ഞാലും അത് ഷോൺ ജോർജ് വിട്ടിരിക്കുന്നു. ഷോൺ ജോർജ് പല അർത്ഥം പറഞ്ഞു. ഞാൻ എന്തെങ്കിലും എന്ത് പറഞ്ഞാലും ഇടപെടത്തില്ല. എന്റെ അവസരം കിട്ടും. ഞാൻ കാര്യം അങ്ങനല്ല. അങ്ങനെ സംസാരിക്കരുതല്ലോ. ഞാൻ ഷോൺ ജോർജോട് സെക്രട്ടറിയോട് സംസാരിച്ചത്. ഒരാൾ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ വേറെ ആൾ സംസാരം വിഷയത്തിൽ ഞാനപ്പോ ഷോണിനെ എച്ചിലൊന്നും പറയില്ല. സാമാന്യ മര്യാദയാണ്. നിങ്ങൾ വേറെ വല്ലയിടത്തും പറഞ്ഞാൽ മതി കേട്ടോ. അതിന്റെ ആൾക്കാരെ പോലെ വിവരം കെട്ടോരിക്കും മേലെ ചർച്ചയ്ക്ക് വിവരം കെട്ടവര് നിങ്ങളുടെ വീട്ടിലിരിക്കുന്നവരാ. വിവരം കെട്ടവര് രണ്ടുപേരും മുതിർന്ന അങ്ങനെ പോവില്ല. നിങ്ങൾക്ക് വലിയ രാഷ്ട്രീയ അംഗീകരിക്കില്ല. വിവരം കെട്ടൊന്നും വിളിച്ചാൽ അംഗീകരിക്കില്ല. ഓക്കെ ഷാജഹാൻ പ്ലീസ്. തുടരാം പ്ലീസ്. ഇല്ലില്ല ഞാൻ ചർച്ച എടുക്കുന്നില്ല. അങ്ങനെ പറയാതെ ഇല്ലില്ല ഞാൻ ഇനി മേലാൽ ഇങ്ങനെ ചർച്ച പങ്കെടുക്കത്തു.